കൂട്ടുകാരെ, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൊബൈൽ റിപ്പയറിംഗ് ഒക്കെ പഠിക്കുന്ന വ്യക്തികൾ ഐസികളെ കുറിച്ചും കൂടെയൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ, ഒരു മൊബൈൽ റിപ്പയറിംഗ് തുടക്കക്കാരൻ എന്ന നിലയിൽ ഐസിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഐസി ഐഡൻറ്റിഫിക്കേഷനും അതുപോലെ തന്നെ ഐസിയുടെ മാർക്കിനെ കുറിച്ചും ഐസിയുടെ ഡോട്ട് പോയിൻറ്റിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ടും കൂടി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. കൂട്ടുകാരെ, നമ്മൾ ഇതൊരു ഫോണിൻ്റെ ബോർഡാണ്. ഈ ഒരു ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഐസികളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. മൊബൈൽ റിപ്പയറിംഗ് പഠിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൻ്റെ ഐസികളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ ഏതൊക്കെ ഐസികളുണ്ട്, ഏതൊക്കെ ഐസികൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഐസിയെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത്, ഐസിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവയായിരിക്കാം, ചിലപ്പോൾ അറിയാത്തവയായിരിക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഇത് നിങ്ങൾക്കിവിടെ ഇതൊരു ബോൾ ഐസിയാണ്. നമ്മുടെ മദർ ബോർഡിൽ വരുന്നതെല്ലാം തന്നെ ബോൾ ഐസികളാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലെഗ് ഐസികളൊന്നും തന്നെ ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബോർഡുകളിൽ വരാറില്ല. എല്ലാ ഐസികളും ബോൾ ഐസികളായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റേതായ സോൾഡറിങ്ങും ഡിസോൾഡറിങ്ങും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. സോൾഡറിങ് ഡിസോൾഡറിങ് ചെയ്യുന്നതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു ഐസി, ഇതൊരു ബോൾ ഐസിയാണ്. നിങ്ങൾക്ക് ഒരു ബോൾ ഐസി കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഏത് ബാക്ക് ഏത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഐസി കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഏത് ബാക്ക് ഏത് എങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഒരു ഐസിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലെറ്റേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഓരോ നമ്പറുകൾ ലെറ്റേഴ്സും ആയിരിക്കും. മറ്റൊരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ബോളുകളായിരിക്കും കാണാൻ സാധിക്കുക. അതായത് സോൾഡർ ചെയ്യുന്നതിനുള്ള ലെഡുകൾ ഉള്ള ബോളുകളായിരിക്കും കാണാൻ സാധിക്കും. ഇതിൽ ഈ ഒരു ലെഡ് വരുന്ന ഭാഗം, അതായത് ഈ ബോൾ വരുന്ന ഭാഗമാണോ ഫ്രണ്ട്, അതോ ഈ ഒരു ടൈപ്പ് ചെയ്തിരിക്കുന്ന ഭാഗമാണോ ഫ്രണ്ട് എന്നുള്ളത് പലപ്പോഴും പലർക്കും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഒരു ഐസിയെ സംബന്ധിച്ച് അതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ബോൾ വരുന്ന ഭാഗം തന്നെയാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു സോൾഡർ ചെയ്യേണ്ട ഈ ഒരു ലെഡ് വരുന്ന ഭാഗം തന്നെയാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ലെറ്റർ വരുന്ന ഭാഗമാണ് അതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഈ രണ്ട് ഐസിയുടെ ഞാൻ ഓരോന്നും തിരിച്ച് കാണിച്ചു തരാം. ഈ ഒരു ബോൾ വരുന്ന ഭാഗം, ഈ ഒരു ബോൾ വരുന്ന ഐസിയുടെ ഈ ഒരു ഭാഗം ഫ്രണ്ടും ലെറ്റർ വരുന്ന ഭാഗം ബാക്കുമാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. ഐസിയെ സംബന്ധിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഫ്രണ്ടും ബാക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെഗ് ഐസികളൊന്നും നമ്മുടെ ഫോണിൽ ഇപ്പോൾ വരാറില്ല. മിക്കവാറുമൊക്കെ എല്ലാം തന്നെ ബോൾ ഐസികളായിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ഏതൊരു ഐസി നോക്കിക്കഴിഞ്ഞാലും അതിലൊരു മാർക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ ഒരു ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ ഡോട്ട് മാർക്ക്? ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞു. ഏത് ഐസി എടുത്ത് നോക്കിയാലും, ഇപ്പോൾ ലെഗ് ഐസി എടുത്ത് നോക്കിയാൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഇവിടെ ഒരു ഡോട്ട് മാർക്ക് കാണുന്നുണ്ടല്ലോ. ഇതാണ് ഡോട്ട് മാർക്ക്. ഈ ഡോട്ട് മാർക്ക്. ഈ ഒരു ഐസി എടുത്തു കഴിഞ്ഞാൽ ഈ ഐസിയുടേതായ ഇവിടെ ഒരു ഡോട്ട് മാർക്ക്. അതേപോലെ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബോർഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഐസിയുടെ ഇവിടെ ഒരു ഡോട്ട് മാർക്ക്. ഇവിടെ ഒരു ഡോട്ട് മാർക്ക്. അതുപോലെ വേറെ ചെറിയ ഐസി ആയിരുന്നാൽ പോലും അവിടെയും ഒരു ഡോട്ട് മാർക്ക്. എന്താണ് ഈ ഡോട്ട് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ഡോട്ട് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഡോട്ട് മാർക്കിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ബോളാണ് ഫസ്റ്റ് പിൻ ബോൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഐസിയെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് പിൻ ബോൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് ഈ ഒരു ബോൾ വരുന്ന ഭാഗമാണ് ഫസ്റ്റ് പിന്ന് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് രണ്ട് നമുക്ക് ഒരു ഐസിയെ സംബന്ധിച്ച് അതിൻ്റെ ഫസ്റ്റ് പിൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ബോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ഐസി സോൾഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഏത് ഭാഗത്താണ് ഫസ്റ്റ് പിൻ, ബോർഡിൻ്റെ ഏത് ഭാഗത്താണ് വരുന്നത്. ഈ ഐസി കണ്ടു കഴിഞ്ഞാൽ എല്ലാ നാല് സൈഡും ഒരേപോലെയാണ് സംബന്ധിച്ചതിൽ വേണം. ഇത് വേണമെങ്കിൽ തിരിച്ചും വരാം, മറിച്ചും വരാം, എങ്ങനെയൊക്കെ ഈ സൈഡ് ഇപ്പുറത്തും വരാം, അങ്ങനെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവും ഈ സൈഡാണ്. അപ്പോൾ നമ്മളിപ്പം ഒരു ഐസി ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, അതായത് ഈ ഒരു ഫസ്റ്റ് പിൻ ബോൾ നോക്കി, ഫസ്റ്റ് പിൻ ഡോട്ട് നോക്കിയാണ് നമ്മൾ ഐസി ഫിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് പിൻ ബോർഡിൻ്റെ ഏത് ഭാഗത്താണോ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ബോർഡും കംപ്ലൈൻ്റ് ആവും, അതുപോലെ ഒരുപാട് പ്രോബ്ലംസുകൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഫസ്റ്റ് പിൻ മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ഐസിയുടെ ഈ ഡോട്ട് വരുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പിന്നിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. അതായത് ഒരു ഐ സി എടുത്തു കഴിഞ്ഞാൽ
ലെഗ് ഐ സി ആണെങ്കിൽ ഫസ്റ്റ് ഒന്നാമത്തെ പിന്ന്, രണ്ടാമത്തെ പിന്ന്, മൂന്നാമത്തെ പിന്ന് എന്ന് പറയുന്നത് ലെഗ് ഐസികൾ നമുക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു ബോൾ ഐ സിയെ സംബന്ധിച്ച് A3, B5, D6 അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഇതാണ് ഇതിലാണ് ഓരോ ബോളുകളും A9, D9 അല്ലെങ്കിൽ E5 അങ്ങനത്തെ ഒരു പേരിലാണ് അറിയുന്നത്. അതായത് ഒരു ലെഗ് പിന്ന്, ഒരു ഫസ്റ്റ് പിൻ ബോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് വന്നിട്ട് 1, 2, 3, 4, 5, 6, 7, 8 എന്ന് വരും. മുകളിലോട്ട് ABCDEFG അങ്ങനെ ഇതായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കണം. A5 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏത് ഭാഗത്തായിട്ട് വരും, D5 എന്ന് പറഞ്ഞാൽ പിന്നെ ഏതായിട്ട് വരും, E3 എന്ന് പറഞ്ഞാൽ പിന്നെ ഏതായിട്ട് വരും, അങ്ങനെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കണം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത്, കാരണം എല്ലാം കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമുക്ക് അതുകൂടി നമുക്ക് അറിയേണ്ടതിന് അതിന് ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത്, ഒരു ICയെ മാർക്ക് ചെയ്ത് തന്നെ ABCD 1, 2, 3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ICയെ സംബന്ധിച്ച് ഫ്രണ്ട് ഏത് ബാക്ക് ഏത്, ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം മനസ്സിലായി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ICയുടെ ഒരു ഡോട്ട് മാർക്ക് എന്തിനുള്ളതാണ്, അത് എങ്ങനെ നമുക്ക് അത് എന്തിനുള്ളതാണ്, അത് എങ്ങനെ നമുക്കത് തിരിച്ചറിയാം, ഇത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊരു ബോർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ICയുടെ ബാക്ക് സൈഡിലായിട്ട് ഒരുപാട് ലെറ്റേഴ്സ് മറ്റു കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും MSM 8939 എന്ന് പറഞ്ഞത്, ഇത് കോഡ്കോമിൻ്റെ ഒരു CPU IC ആണ്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തികൾക്ക് ഒരു IC കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഏത് IC ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒരു തുടക്കക്കാർക്ക് ഒരു IC കണ്ടു കഴിഞ്ഞാൽ അത് ഏത് IC ആണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഏതൊരു IC നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു നമ്പർ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഇതിൽ കണ്ട PM8916 എന്ന് പറഞ്ഞ ഒരു നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. PM എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഇതിനെക്കുറിച്ച് അറിയാവുന്ന വ്യക്തികൾ, അതായത് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾക്ക് PM എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും പവർ മാനേജ്മെൻറ്റ് IC, ഒരു പവർ IC ആണ് എന്നുള്ളത്. എന്നാൽ തുടക്കക്കാർക്ക് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതും, ഇത് ഏത് IC ആണ് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ ഈ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഏത് IC ആണ്, അത് ഏതൊക്കെ സെക്ഷനിൽ അത് ഉപയോഗിക്കാൻ സാധിക്കും, ഏതൊക്കെ മോഡലുകളിൽ ചിലപ്പോൾ ആ ഒരു IC ഉണ്ടാകും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ICയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഏകദേശം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ICയുടെ ഫ്രണ്ട് ഏത് ബാക്ക് ഏത്, അതുപോലെ തന്നെ അതിൻ്റെ ഡോട്ട് മാർക്ക്, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു IC കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പർ എങ്ങനെ ട്രേസ് ഔട്ട് ചെയ്ത് അത് IC ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഇതൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ICയുടെ ബോള് എങ്ങനെ തിരിച്ചറിയാം, ഈ ഒരു ബോള് ഉദാഹരണമായിട്ട് ഈ ഒരു ബോള് എത്രാമത്തെ ബോളാണ്, ഇതിൻ്റെ ബോളിൻ്റെ നെയിം A3 ആണോ E5 ആണോ, അങ്ങനത്തെ നമ്മൾക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാം, മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അത് ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.